ഓൺ ബിഹാഫ് ഓഫ് ആൻഡ് ഇൻ ബിഹാഫ് ഓഫ്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു 2 ടേംസിനെ പറ്റിയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് തോന്നും ഓൺ ബിഹാഫ് ഓഫും ഇൻ ബിഹാഫ് ഓഫിനും ഏകദേശം ഒരു സാമ്യമുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ എന്നാലും ആ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കട്ടെ. ഓക്കെ, ഓൺ ബിഹാഫ് ഓഫ് ഒരാൾക്ക് വേണ്ടി, ഒരു ടീമിന് വേണ്ടി, ഒരാൾക്ക് പകരമായി, ഒരു ടീമിന് പകരമായി എന്നിങ്ങനെ ഏതെങ്കിലും ഒരു ടീമിനെ ഇങ്ങനെ അവർക്ക് വേണ്ടി എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ് ഓൺ ബിഹാഫ് ഓഫ്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മളുടെ ഒരു ഓഫീസിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറയാണ് ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് യു ഓൺ ബിഹാഫ് ഓഫ് മൈ എംപ്ലോയീസ്. അതായത് ഞാൻ മാത്രമല്ല, പകരം എൻ്റെ എംപ്ലോയീസിന് എല്ലാവർക്കും വേണ്ടി നിങ്ങളെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യണു. ഇവിടാണ് നമ്മൾ ഓൺ ബിഹാഫ് ഓഫ് ഇടുന്നത്. ഓക്കെ, നൗ വേറെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് ഓൺ ബിഹാഫ് ഓഫ് മൈ ടീം. ഇപ്പം ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ പറയുകയാണ് എൻ്റെ ടീമിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് പറയണം. അവിടെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയല്ല, പകരം ഒരു എൻറ്റയർ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ ഇദ്ദേഹത്തിനോട് മാപ്പ് പറയുന്നു എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ ഓൺ ബിഹാഫ് ഓഫിന് വരുന്നത്. ഇതുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്, എന്നാൽ ചെറിയൊരു വ്യത്യാസമുള്ളൊരു കാര്യമാണ് ഇൻ ബിഹാഫ് ഓഫ്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നുള്ളതാണ് ഇൻ ബിഹാഫ് ഓഫ് എന്നുള്ള ആ ഒരു ടേമിൻ്റെ അർത്ഥം വരിക. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സൊക്കെ മൈഗ്രൻസിന് വേണ്ടിയിട്ടൊക്കെ ഫുഡ്, ഓക്കെ, ദേ കളക്ടിങ് ദ ഫുഡ് എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ദ സോഷ്യൽ വർക്കേഴ്സ് കളക്റ്റഡ് ഫുഡ് ഇൻ ബിഹാഫ് ഓഫ് ദ മൈഗ്രൻസ്. അതായത് മൈഗ്രൻസിന് വേണ്ടിയിട്ട്, അതായത് ഒരു സഹായ മനസ്കത, മനസ്സിലായോ, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് കാണിക്കാനാണ് ഇൻ ബിഹാഫ് ഓഫ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. ഇപ്പോൾ ദ ഫൗണ്ടേഷൻ റേസ്ഡ് $1,000 ഇൻ ബിഹാഫ് ഓഫ് ദ പേഷ്യൻസ്. മനസ്സിലായോ, അവിടെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ബിഹാഫ് ഓഫ് ആണ്. ഈ ഒരു സ്ഥലത്തും നമ്മൾ ഓൺ ബിഹാഫ് ഓഫ് ഇടുന്നതിന് യാതൊരു തെറ്റില്ല. ഓക്കെ, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു ഇൻ ബിഹാഫ് ഓഫ് വരുന്നുണ്ട്. ഒരാൾക്ക് പകരമായി, ഒരു ടീമിന് പകരമായി, ആർക്കെങ്കിലും വേണ്ടി എന്നുള്ളൊരു കാര്യത്തിനായിട്ട് നമ്മൾ ഓൺ ബിഹാഫ് ഓഫ് ഇടുന്നു. മറക്കണ്ട, ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഇതേപോലത്തെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് ഹൗസ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇന്ന് തന്നെ ലോഗിൻ ചെയ്തോളൂ. ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. English House. English at your fingertips.